കാലത്തന്നെ ഞാനിങ്ങടെ ഓടി നടക്കണേന്ന് വിചാരിക്കണ്ട. അപ്പോൾ ആദ്യത്തിന് ഇഷ്ടമില്ലാത്ത കറിയാട്ടോ. അപ്പോൾ അവന് വഴുതനങ്ങ വറുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരു വഴുതനങ്ങ തൈയുണ്ട്. ഇതാണ് വഴുതനങ്ങ, കണ്ടോ. അപ്പം നിങ്ങൾ കണ്ട പോലത്തെ ഒന്നും ആവില്ല, നീളമുള്ളതുമല്ല വയലറ്റും അല്ല. ഇത് തക്കാളി വഴുതനങ്ങ. പക്ഷേ ഈ മഞ്ഞ കളറല്ല കേട്ടോ, അതിന് മൂപ്പ് കൂടിയ കാരണം ഈ മഞ്ഞയിലേക്കായി പഴുപ്പ് പോലെയായി. കണ്ടോ, ഈ പച്ച കളറിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ പൊട്ടിക്കാറുണ്ട്. ഇത് ഇത്തിരി കൂടി നീണ്ടപ്പം ഇങ്ങനെയായി, മഞ്ഞയായി. അപ്പോൾ ഇതിനെ ഞങ്ങൾ തക്കാളി വഴുതനങ്ങ എന്നാണ് പറയുക. നമ്മുടെ സാധാ വഴുതനങ്ങ പോലെ തന്നെ അതിൻ്റെ കുരുവും ഒക്കെ. അപ്പോൾ അത് കുറേ നാളുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ കേട്ടോ. അമ്മ കുറേ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയിന്ന് വെച്ചതായിരുന്നു. മഴയൊക്കെ പെയ്തപ്പോൾ വീണ്ടും അതിങ്ങനെ പൊട്ടിമുളച്ച് വന്നു. അപ്പോൾ ഇന്ന് ആദ്യത്തിന് വഴുതനങ്ങ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഈ തൈമിലും പൂളിട്ടുണ്ട്, പക്ഷേ അതുമ്മൊക്കെ കേട് വന്നിട്ടുണ്ട്. കുത്തു കേടുകൾ, ഇലയമ്മ ഇങ്ങനെ കുത്തു വന്നിട്ടുണ്ട്. അത് വേഗം ഉള്ള പുഴുക്കേടായിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോയി നുറുക്കാം. ചെറുതായിട്ട് നുറുക്കാം കേട്ടോ, ചെറുതായിട്ട് നീളനായിരിക്കാം. ഇത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. ഇത് അതിൻ്റെ അല്ലികളാണ് കേട്ടോ. അതൊക്കെ പാവിയാൽ വീണ്ടും മുളയ്ക്കും. നിങ്ങൾക്ക് ഉപ്പും കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മസാല അത്ര തന്നെ വേണ്ടു.